ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ചിന്റെ അപ്രിസിയേഷൻ ഇല്ലാതെ ഒരു ഫസ്റ്റ് ടേം എക്സാം, ഓണം എക്സാം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്രിസിയേഷൻ പഠിക്കാതെ നിങ്ങൾ എക്സാം എഴുതാൻ പോരുത്. നോക്കൂ, എങ്ങനെയാണ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന ഡ്രമാറ്റിക് സ്പീച്ചിന്റെ അപ്രിസിയേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാം എന്ന് നമുക്ക് നോക്കാം. നമുക്കിതിനെ 3 പാരഗ്രാഫുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫാണ്. അതിൽ നമ്മൾ ഓഥറെ കുറിച്ച്, ആ ഒരു സ്പീച്ചിന്റെ പേര്, അത് ഓഥറെ കുറിച്ച്, അതിൻ്റെ ഒരു ബേസിക് തീം എന്താണ്, അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് മെൻഷൻ ചെയ്യുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ആ സ്പീച്ചിനെ അല്ലെങ്കിൽ ഒരു പോയത്തെ ആണെങ്കിൽ പോയത്തെ സമ്മറൈസ് ചെയ്യുന്നു. മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുന്നു. 1-2 എക്സാമ്പിൾസ് കൂടെ കാണിക്കുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയ അപ്രിസിയേഷൻ ആവുന്നു. വേണമെങ്കിൽ ഇതിന് ഏറ്റവും അവസാനം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. നോക്കാം, ഇവിടെ നമ്മൾ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന ഫ്യൂണറൽ സ്പീച്ചിന്റെ അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടി പോകണം. ഇതൊരു ഫ്യൂണറൽ സ്പീച്ചാണ്, ഇതൊരു മരണാനന്തര പ്രസംഗമാണ്. ജൂലിയസ് സീസർ വാസ് അസാസിനേറ്റഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് ഹിസ് കോൺസ്പിറേറ്റേഴ്സ്. ആൻഡ് അതിനുശേഷം മാർക്ക് ആന്റണി ഡെലിവർ ചെയ്യുന്ന ഒരു സ്പീച്ചാണ്. എങ്ങനെയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. മാർക്ക് ആന്റണീസ് ഫ്യൂണറൽ സ്പീച്ച് ഇൻ ജൂലിയസ് സീസർ. മാർക്ക് ആന്റണിയുടെ ഈ ഫ്യൂണറൽ സ്പീച്ച് ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ നിന്ന് എടുത്തതാണ്. ബൈ വില്യം ഷേക്സ്പിയർ. ആരാണത് എഴുതിയത്? വില്യം ഷേക്സ്പിയർ ആണ്. ആൻഡ് ദിസ് സ്പീച്ച് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ആൻഡ് ഫേമസ് സ്പീച്ചസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തന്നെ ഏറ്റവും പവർഫുള്ളായ, പോപ്പുലറായ ഒരു സ്പീച്ചാണ് ഇത് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് തുടങ്ങുന്ന ഈ സ്പീച്ച്. ഇനി he delivers it at Caesar's funeral after Caesar was assassinated by Brutus and other conspirators. മാർക്ക് ആന്റണി ഏത് ഒക്കേഷനിലാണ് ഈ സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്? സീസറിന്റെ ഫ്യൂണറൽ സെറിമണിയിലാണ് അല്ലെ. സീസറിന്റെ ഫ്യൂണറൽ സെറിമണി എന്ന് പറയുമ്പോൾ ബ്രൂട്ടസും അദ്ദേഹത്തിന്റെ കോൺസ്പിറേറ്റേഴ്സും കൂടെ അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്ത സമയത്ത്, അല്ലെ അസാസിനേറ്റ് ചെയ്തതിനു ശേഷം, ബ്രൂട്ടസ് കൺവിൻസ്ഡ് ദ റോമൻ ക്രൗഡ് ദാറ്റ് ദേ ഹാഡ് കിൽഡ് സീസർ ഫോർ ദ ഗുഡ് ഓഫ് റോം. ഓൾറെഡി ബ്രൂട്ടസ് സംസാരിച്ചിട്ടുണ്ട്. മാർക്ക് ആന്റണിക്ക് മുമ്പ് ബ്രൂട്ടസ് ക്രൗഡിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? അവര് സീസറിനെ അസാസിനേറ്റ് ചെയ്തത് റോമിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന്. ആന്റണി വാണ്ട്സ് ടു ഷോ ദാറ്റ് സീസർ വാസ് നോട്ട് അംബീഷ്യസ്. ആൻഡ് ആന്റണിയുടെ സ്പീച്ചിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് സീസർ അംബീഷ്യസ് അല്ല, അധികാരക്കൊതിയനല്ല എന്ന് കാണിക്കലാണ്. ആൻഡ് ഡിഡ് നോട്ട് ഡിസേർവ് ടു ബി കിൽഡ്. അദ്ദേഹം കൊല്ലപ്പെടാൻ അർഹിച്ചിരുന്നില്ല എന്നുകൂടെ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യണമായിരുന്നു. ദ മെയിൻ ഐഡിയ ഇൻ ദ സ്പീച്ച് ആർ, ഈ സ്പീച്ചിലെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയാണ്? ഒന്ന് ലോയൽറ്റിയാണ്, വിശ്വാസ്യതയാണ്, കൂറാണ്, ഓണറാണ്, ആദരവാണ്, ബഹുമാനമാണ്. ആൻഡ് ഹൗ പവർഫുൾ വേർഡ്സ് ക്യാൻ ബി. എത്ര ഗംഭീരമായാണ് മാർക്ക് ആന്റണിയുടെ വേർഡ്സ് ആളുകളുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആളുകളെ അത്രയും നേരം ബ്രൂട്ടസിനെ വിശ്വസിച്ചിരുന്ന അതേ ആളുകളെ ബ്രൂട്ടസിനെതിരെ തിരിക്കാൻ പറ്റുന്നത്. വേർഡ്സ് അത്രയും പവർഫുൾ ആണ് എന്നാണ് ഈ സ്പീച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ആണ്. അതിനുശേഷം നമ്മൾ എന്ത് എഴുതണം? അതിനുശേഷം നമ്മൾ ഈ മൊത്തം സ്പീച്ചിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കും, ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത്, നിങ്ങൾക്ക് എക്സാമിന് ഓർമ്മിച്ച് വെക്കാൻ, എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി. മാർക്ക് ആന്റണി അഡ്രസ്സസ് ദ റോമൻസ് ആഫ്റ്റർ സീസേഴ്സ് ഡെത്ത്. നമുക്കറിയാം, സീസറിന്റെ ഡെത്തിന്, അസാസിനേഷന് ശേഷം മാർക്ക് ആന്റണി റോമൻ ക്രൗഡിനെ അഡ്രസ് ചെയ്യുന്നു. ഹി സേസ് ദാറ്റ് ഹി ഹാസ് കം ടു ബറി സീസർ. ഞാൻ സീസറിനെ ബറി ചെയ്യാനാണ് വന്നത് എന്ന് പറയുന്നു, അടക്കം ചെയ്യാനാണ് വന്നതെന്ന് പറയുന്നു. നോട്ട് ടു പ്രൈസ് ഹിം, അല്ലാതെ അദ്ദേഹത്തെ പുകഴ്ത്തി പറയാൻ, പ്രൈസ് ചെയ്യാൻ വേണ്ടിയല്ല. He refers to Brutus' claim that Caesar was ambitious and repeatedly calls Brutus an honorable man. സീസർ അംബീഷ്യസ് ആണ് എന്ന ക്ലെയിം എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട്. ആരുടെ ക്ലെയിം? ബ്രൂട്ടസിന്റെ ക്ലെയിം, ബ്രൂട്ടസിന്റെ അവകാശവാദത്തെ പിന്നെ മാർക്ക് ആന്റണി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് ബ്രൂട്ടസിനെ മാർക്ക് ആന്റണി ഓണറബിൾ മാൻ എന്ന് വിളിക്കുന്നുണ്ട്. അത് ഐറണി എന്ന് പറഞ്ഞ പോയറ്റിക് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. However, Antony gives several examples that make the crowd doubt this claim. അതായത് ആന്റണി ഡയറക്റ്റ് ആയിട്ട് ബ്രൂട്ടസിന്റെ ക്ലെയിമിന് എന്ത് ചെയ്യുന്നില്ല? ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഇൻഡയറക്ട്ലി ഈ ക്ലെയിം തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾസ്, ഒരുപാട് ഇൻസിഡൻസ് മാർക്ക് ആന്റണി ആളുകളോട് പറയാതെ പറയാണ്. നോക്കൂ, എന്തൊക്കെയാണത്? സീസർ ബ്രോട്ട് ക്യാപ്റ്റീവ്സ് ടു റോം ആൻഡ് ഫിൽഡ് ദ പബ്ലിക് ട്രഷറി വിത്ത് ദ റാൻസംസ്. അല്ലെ, ജൂലിയസ് സീസർ ഒരുപാട് ക്യാപ്റ്റീവ്സിനെ, യുദ്ധ തടവുകാരെ റോമിലേക്ക് കൊണ്ടുവരികയും ഈ യുദ്ധ തടവുകാരുടെ റാൻസം, വിടുതൽ തുക കൊണ്ട് റോമിന്റെ പബ്ലിക് ട്രഷറി നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഹി ഓൾസോ വെപ്റ്റ് വെൻ ദ പുവർ സഫേർഡ്.
റോമിലെ സാധാരണക്കാരായ ആളുകൾ കരഞ്ഞപ്പോൾ സീസർ എന്ത് ചെയ്തിട്ടുണ്ട്? വീപ്പ് ചെയ്തിട്ടുണ്ട്, വിതുമ്പിയിട്ടുണ്ട്, അവരുടെ കൂടെ സങ്കടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആന്റണി റിമൈൻഡ്സ് ദ പീപ്പിൾ ദാറ്റ് സീസർ റിഫ്യൂസ്ഡ് ദ ക്രൗൺ 3 times when it was offered to him. ലൂപ്പർക്കാൽ എന്ന ഫെസ്റ്റിവലില് സീസറിന് 3 തവണ കിങ്ലി ക്രൗൺ ഓഫർ ചെയ്തപ്പോഴും അദ്ദേഹം അത് 3 തവണയും എന്ത് ചെയ്തിട്ടുണ്ട്? റിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലേ? അത്രയും അംബീഷ്യസ് ആയ ഒരു മനുഷ്യൻ ഒരിക്കലും ക്രൗൺ എന്ത് ചെയ്യില്ല? റിഫ്യൂസ് ചെയ്യില്ല. ഹി ആസ്ക് വെദർ ദീസ് ആക്ഷൻ ഷോ അംബീഷൻ. അദ്ദേഹം ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്? ഇതൊക്കെ അംബീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ആളുകളോട് ചോദിക്കുന്നുണ്ട്. ആന്റണി ദെൻ റിമൈൻഡ്സ് ദ റോമൻസ് ദാറ്റ്, ആന്റണി പിന്നീട് ആളുകളെ റിമൈൻഡ് ചെയ്യാണ്, ഓർമ്മിപ്പിക്കുകയാണ്. എന്ത്? ദാറ്റ് ദേ വൺസ് ലവ്ഡ് സീസർ ആൻഡ് ക്വസ്റ്റ്യൻസ് വൈ ദേ ഷുഡ് നോട്ട് മോൺ ഹിം നൗ. നിങ്ങളെല്ലാവരും ഒരു നല്ല കാരണത്തിന് വേണ്ടി, ഒരു ജസ്റ്റ് കോസിന് വേണ്ടി പണ്ട് നിങ്ങൾ സീസറിനെ സ്നേഹിച്ചിരുന്നു, അഡ്മയർഡ്, ആരാധിച്ചിരുന്നു. ആൻഡ് ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ മോൺ ചെയ്യുന്നില്ല, വിലപിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ആൻഡ് ഓവർകം വിത്ത് ഗ്രീഫ്, അതായത് ഗ്രീഫ് കൊണ്ട്, അതിയായ സങ്കടം കൊണ്ട് മതിമറന്ന്, ഹി സീസ് ദാറ്റ് ഹിസ് ഹാർട്ട് ഈസ് വിത്ത് സീസർ ഇൻ ദ കോഫിൻ. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയം സീസറിൻ്റെ കൂടെ കോഫിനിലാണ്, അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയിലാണ്. ആൻഡ് പോസസ് ബിഫോർ കണ്ടിന്യൂയിങ് ഹിസ് സ്പീച്ച്. എന്നിട്ട് പിന്നീട് തുടർന്ന് സംസാരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള, നമുക്ക് കംപ്ലീറ്റ് സ്പീച്ച് പഠിക്കാനില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗം അവസാനിക്കുന്നത്. ഓക്കെ. ആൻഡ് 3ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്യുക? 3ാമത്തെ പാരഗ്രാഫിൽ, ഏറ്റവും പ്രധാനപ്പെട്ട പാരഗ്രാഫിൽ നമ്മൾ അതിലെ പോയറ്റിക് ഡിവൈസസ് പറയണം. അതിന് മുമ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ സ്പീച്ച് എഴുതിയിട്ടുള്ളത് ബ്ലാങ്ക് വേഴ്സിലാണ്. ഓർമ്മിച്ച് വെക്കുക. എന്താണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായൊരു റൈം സ്കീമോ റിഥമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാങ്ക് വേഴ്സിൽ കൊണ്ട് തന്നെ ഈ സ്പീച്ചിന് ഒരു സീരിയസ് ആൻഡ് ഫോർമൽ ടോൺ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ബ്ലാങ്ക് വേഴ്സ്, നോ റിഥം, നോ റൈം സ്കീം, ഗിവ്സ് ദ പോയം സീരിയസ് ആൻഡ് ഫോർമൽ ടോൺ. അടുത്തത്, ആന്റണി യൂസസ് സിമ്പിൾ ആൻഡ് ഇമോഷണൽ ലാംഗ്വേജ് ടു കണക്ട് ടു ദ ക്രൗഡ്. ക്രൗഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആൻഡ് ഇമോഷണൽ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. 2ാമത്തെ പോയിന്റ്. ദെൻ ഹി ക്ലെവർലി യൂസസ് റെപ്പറ്റീഷൻ. എപ്പോഴാണ്? ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് റെപ്പറ്റീഷൻ ആണ്. ടു ക്രിയേറ്റ് സർക്കാസം, അതൊരു ആക്ഷേപഹാസ്യം കൂടിയാണ്. ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, അദ്ദേഹം ചെയ്തതൊക്കെ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ടു മേക്ക് ദ പീപ്പിൾ ക്വസ്റ്റ്യൻ ബ്രൂട്ടസ് ഓണസ്റ്റി. ഈ റെപ്പറ്റീഷൻ പലതവണ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ശരിക്കും ബ്രൂട്ടസ് ഓണസ്റ്റ് ആണോ എന്ന് ചിന്തിപ്പിക്കുന്നുണ്ട്. The same is an example for irony. അത് മാത്രമല്ല, ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്നുള്ളത് ഐറണിക്കും എക്സാമ്പിൾ ആണ്. ഇനിയോ, ആന്റണി എംപ്ലോയ്സ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. നോക്കൂ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ആന്റണി യൂസസ് എന്നല്ല, എംപ്ലോയ്സ്. യൂസസ് എന്ന് പകരം ഒരു സിനോണിമാണ് എന്ത്? എംപ്ലോയ്സ് എന്ന് പറയുന്നത്. ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ് ടു മേക്ക് ദ ക്രൗഡ് തിങ്ക് വെദർ സീസർ വാസ് റിയലി അംബീഷ്യസ്. അല്ലെ, ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. ആൻഡ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ പോയത്തിൽ എവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതൊക്കെ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെയോ മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലേ, അംബീഷൻ ഈസ് മെയ്ഡ് ഓഫ് സ്റ്റേൺ സ്റ്റഫ് എന്ന് പറയുന്ന ഒരു മെറ്റഫറാണ്. ആൻഡ് ഹൈപ്പർബെലി ഉപയോഗിച്ചിട്ടുണ്ട്. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ വിത്ത് സീസർ. അതായത് ഒരു കാര്യത്തെ എക്സാജറേറ്റ് ചെയ്ത് പറയും, ഒരു കാര്യത്തെ വലുതാക്കി പറയും. എൻ്റെ ഹാർട്ട് കോഫിനിലാണെന്നൊക്കെ പറയുന്ന എക്സാജറേഷനാണ്, അതൊരു ഹൈപ്പർബെലിയാണ്. ഇനിയോ അലിറ്ററേഷൻ ഉണ്ട്. ഹി വാസ് മൈ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ ആൻഡ് ബ്രൂട്ടിഷ് ബീസ്റ്റ്. ഇതൊക്കെ എന്താണ്? അലിട്രേഷൻ ആണ്. സോ ഈ അലിട്രേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് എ റിഥമിക് ക്വാളിറ്റി ടു ദ സ്പീച്ച്. ആൻഡ് മാർക്ക് ആന്റണി ക്ലവർലി യൂസസ് പേഴ്സോണിഫിക്കേഷൻ when he addresses judgment as a person. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഓ ജഡ്ജ്മെന്റ് thou art fled to brutish beast and men have lost their reason. അവിടെ ജഡ്ജ്മെന്റിനെ അല്ലയോ ജഡ്ജ്മെന്റ് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് മനുഷ്യനല്ലാത്തൊരു കാര്യത്തെ, ഒരു ഐഡിയനെ മനുഷ്യനായിട്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് എന്തിനുള്ള എക്സാമ്പിളാണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ഇത്രയും മതി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി. എന്നിരുന്നാലും അവസാനം നിങ്ങൾക്ക് ഇതും കൂടി എഴുതാം. എന്ത്? ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ മാർക്ക് ആന്റണി സ്പീച്ച് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ആൻഡ് ഇൻ്റലിജൻറ്റ് സ്പീച്ചസ് ഇൻ ലിറ്ററേച്ചർ. സോ വൺ ഓഫ് ദി എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പീച്ചസ് എന്ന് പറയണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചാൽ അപ്രിസിയേഷനിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ടിൽ വി സീ നെക്സ്റ്റ് ടൈം. താങ്ക് യു എവറിബഡി.